അപ്പോൾ നമ്മളെ മട്ടുപ്പാവിലെ കൃഷിയും ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ കൂടി ഒന്നും കൂടി പരിചയപ്പെടുത്തുകയാണ്. ബനാന സപ്പോട്ട എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിയതാണ്. പക്ഷേ അത് സപ്പോട്ടൊക്കെ നിറയെ കായ്ക്കുന്നുണ്ട്. വേറൊരു വെറൈറ്റിയാണെന്ന് മാത്രം. എന്നാൽ ബനാന അല്ല, നമ്മൾ പെട്ടുപോയതാണ്. അവർ പറഞ്ഞത് ബനാന നീണ്ടുവരും എന്നൊക്കെയാണ്. പക്ഷേ ഇനി ഇത് നീളാൻ സാധ്യതയില്ല. എങ്കിലും നല്ല രീതിയിലൊക്കെ മറ്റൊരു വെറൈറ്റിയാണെന്ന് മാത്രം കായ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മട്ടുപ്പാവിലെ കൃഷി ഒന്നും കൂടി, താഴെയുള്ള കൃഷിയൊക്കെ കൂടി ഒന്നുകൂടി കാണിച്ചതാണ്. അപ്പോൾ ഇത് രണ്ടാമത് നമ്മളിപ്പോൾ ചെറിയുള്ളി നട്ടതാണ്. നമ്മൾ കാണിച്ചിരുന്നു. വീണ്ടും നമ്മൾ ചെറിയുള്ളിയൊക്കെ നല്ല രീതിയിലായി. ഇപ്പോൾ അടുത്ത് നമ്മൾ വിളവെടുത്തിട്ട് അതിൽ നിന്ന് ചെറിയ പീസ് നോക്കി നട്ടതാണ്. അപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞാൽ വിളവെടുക്കാൻ പറ്റുന്ന രീതിയായി. ഇതിനൊന്നും യാതൊരു പരിചരണവും ഇല്ല. ചെറുതായിട്ട് ചാണകപ്പൊടി മറ്റുമൊക്കെ ഇട്ട് കൊടുത്ത് നട്ട് പിടിപ്പിക്കുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ കളകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് നുള്ളി കൊടുക്കുക. കൂടുതൽ വളർന്നാൽ പിന്നെ പറിച്ചെടുക്കുമ്പോൾ ഉള്ളിയും കൂടി പോരും. അപ്പോൾ നമ്മളെ നെല്ലിയാണിത്. ഇപ്രാവശ്യം പൊട്ടിയിരുന്ന്, പക്ഷേ കായ പിടിച്ചിട്ടില്ല. അടുത്ത പ്രാവശ്യം ഉണ്ടാകുമെന്ന് വിചാരിക്കും. ഡ്രാഗൺ ഫ്രൂട്ട് കാലെല്ലാ കാലത്ത് പൂവിട്ടിട്ടുണ്ട്. ഇത് വർഷക്കാലത്താണ് പൂവിടാറുള്ളത്. പക്ഷേ പൂവിട്ടതൊക്കെ കുറേയൊക്കെ കൊഴിഞ്ഞു പോവുകയാണ് ചൂട് കൊണ്ട്. പിന്നെ ഇത് ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. പൂവിട്ട് 4-5 ദിവസം കൊണ്ട് വിരിയേണ്ടതാണ്. പക്ഷേ ഇതിങ്ങനെ നിൽക്കുകയാണ് ചൂടിൻ്റെ കൊണ്ട്. ചൂടിന് ഇത് ഉണ്ടാവുകയില്ല. വർഷക്കാലത്താണ് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകും. ഇത് പിന്നെ നമ്മളെ ഒലീവിൻ്റെ തൈയാണ്. നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. പൂവിട്ട് കായ പിടിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇത് നമ്മളെ മറ്റൊരു ഞാവലാണ്. നല്ല വെറൈറ്റി ഞാവലാണ്. പ്രാവശ്യം തവണ പൂവിടുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ കാണിക്കുന്ന അത്തിപ്പഴത്തെ കാണിച്ചില്ല എന്ന് വേണ്ട. ഇത് പിന്നെ ഉമ്മർ ചാമ്പ. ഇത് പിന്നെ വിയറ്റ്നാം മെർലി റെഡി ആയിട്ടില്ല. കറിവേപ്പ് ഉണ്ടാവാത്തവർക്ക് ടെറസിൻ്റെ മേലെ നല്ല രീതിയിലുണ്ടാവും. ഇത് പിന്നെ നമ്മളെ നാംഡോക്ക് മാവാണ്. പൂവിട്ടിട്ടുണ്ട്, പക്ഷേ കായ പിടിച്ചിട്ടില്ല. അപ്പോൾ പച്ചക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് സ്ഥലങ്ങളൊന്നും ഒരുക്കേണ്ട ആവശ്യമില്ല. നമ്മളിതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷികളോ അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റുകൾ കൃഷികളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് പലതും നട്ടു വളർത്താം. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ താഴെയും മുകളിലൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പച്ചക്കറി കൃഷി മാത്രമല്ല, മറ്റു ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപണനവും കുറ്റിക്കുരുമുളകും അങ്ങനെയെല്ലാം ഓൾറൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പച്ചക്കറിയിലേക്ക് ഇറങ്ങാനുള്ള സമയം കിട്ടും. എന്നാലും കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പുതിന എല്ലായിടത്തും നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നമ്മൾ എടുക്കും. പിന്നെ കൂടുതലുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് കൊടുക്കും. അപ്പോൾ അതിനായിട്ടൊരു സ്ഥലമോ സൗകര്യമോ ഒന്നും വേണ്ട. നല്ല പുതിന നമ്മുടെ നാട്ടിലും വിളയിച്ചെടുക്കും. ഏത് ഡ്രമ്മാണോ, ഏത് പച്ചക്കറിയുടെ ഗ്രോ ബാഗാണോ, അതിലൊക്കെ പുല്ലിന് പകരം നമ്മളെ പുതിന വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വളർത്തി കൊടുക്കേണ്ട. അതിനായിട്ട് നമ്മൾ വേറെ കെയറിങ് ചെയ്ത് കൊടുക്കേണ്ട. അതതിൻ്റെ രീതിയിലൊക്കെ വളർന്നോളും. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പ്രായം തന്നെ മുളകിൻ്റെ തൈകളാണ്. 3-ാം പ്രാവശ്യം വെട്ടിയിട്ട് വീണ്ടും പൊടിച്ചു വന്ന് കായ പിടിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പല വീഡിയോയിലായിട്ട് കണ്ടിട്ടുണ്ടാവും. 3-4 പ്രാവശ്യമായിട്ട് നമ്മൾ വെട്ടുകയും പിന്നെ ചൂട് കാണിച്ച് വെള്ളീച്ചയൊക്കെ ഓടിച്ചതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതാണ്. അപ്പോൾ ഇനി ഇതോടുകൂടി ഇതിൻ്റെ വിളവെടുപ്പും മറ്റുമൊക്കെ കഴിഞ്ഞു. ഇനി ഇത് പറിച്ചു ഒഴിവാക്കി മറ്റൊന്ന് നട്ടുപിടിപ്പിക്കും. അല്ലാതെ അത് തന്നെ ഇനി നിർത്തിക്കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകില്ല. കാരണം ഇതിൻ്റെ വളർച്ചയൊക്കെ മുരടിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിന് ഇതുപോലെ വീണ്ടും നമ്മൾ വിത്തുകൾ പാവി ഇതുപോലെ മുളപ്പിച്ച് കൊടുക്കും. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ വീട്ടാവശ്യത്തിന് ഒരു തരി പച്ചക്കറി നമ്മൾ വാങ്ങേണ്ടി വരില്ല. പിന്നെ ആവശ്യത്തിന് കൂടുതലായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കടക്കാർക്കും മറ്റുമൊക്കെ കൊടുക്കുകയും ചെയ്യാം. വീട്ടിൽ വെറുതെ ഇരുന്നുകൊണ്ട് നമുക്കൊന്നും ലഭിക്കില്ല. എന്നാലോ രോഗങ്ങൾ കൂടുതലായിരിക്കും. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ആരോഗ്യം രക്ഷപ്പെടും. എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏതൊരു ജോലി ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും അനുഭൂതിയായിട്ടാണ്
എനിക്ക് ഒരു കൃഷിയുമായിട്ട് ഇഴകിച്ചേരുമ്പോൾ കിട്ടാവുന്നത്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണമാണ് ഇത് എന്നുള്ളതാണ്. നമുക്ക് വേണ്ട ഊർജ്ജമാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഊർജ്ജം തന്നെയായിരിക്കും ഇതിൻ്റെ ഒരു പ്രസരിപ്പൊക്കെ. ഇതുണ്ടാക്കുമ്പോൾ ഇതിനെ തൊട്ട് തലോടുമ്പോഴൊക്കെ കിട്ടുന്നൊരു അനുഭൂതി, അത് ഇതിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുന്നവർക്ക് മാത്രമേ അതിൻ്റെയൊക്കെ ഒരു അനുഭവങ്ങൾ പറയാൻ കഴിയുള്ളൂ. എത്ര തന്നെ ചെയ്താലും നമുക്കതിനൊരു മടുപ്പ് തോന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് നമുക്ക് പലതും പല രാജ്യത്തുനിന്നും ചാക്ക് കണക്കിന് നമ്മളെ തീന്മേശയിൽ എത്തിക്കാൻ വേണ്ടി കടകളിലും അമ്പോളങ്ങളിലൊക്കെ വരുന്നത്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന അതേപോലുള്ള ഊർജ്ജമാണ് ഇത് നമ്മൾ നട്ടു നനയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഊർജ്ജങ്ങൾ. ഇതിനോട് ഇടപഴകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഊർജ്ജങ്ങൾ ഇതിന് കഴിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ വലിയ ഊർജ്ജമാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ അതിലും അറിയുള്ളൂ. കാരണം നമ്മൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നുകയാണ് മറ്റൊന്ന് ചെയ്യണം, വേറൊന്ന് ചെയ്യണം എന്നിങ്ങനെ നമുക്കിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിന് സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിങ്ങനെ ഓട്ടോമാറ്റിക്കലായിട്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ ചാക്കിലൊക്കെ ചെയ്യുന്നത്. കുറച്ച് സിമൻറ്റ് ചാക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ വീടിൻ്റെ പണിയൊക്കെ ആയിട്ട് കിട്ടിയപ്പോൾ കുറച്ച് സിമൻറ്റ് ചാക്കൊക്കെ അധികമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ കുറച്ച് ഇങ്ങനെ പച്ചക്കറികൾ പല രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ കാണിക്കുന്നു. ആദ്യം നമ്മൾ കുറച്ച് മണ്ണ് നടക്കുന്നു, പിന്നെ കരിയില ഇടുന്നു, പിന്നെ കുമ്മായപ്പൊടി, അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് നമ്മളിതിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതുപോലൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അവസാനം ലാസ്റ്റ് നനച്ചു കൊടുത്ത് 4 ദിവസം ഇട്ടതിൻ്റെ ശേഷം പിന്നീട് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും നല്ല മേൽമണ്ണും അതിൻ്റെ മേലെ ഇട്ട് കൊടുത്ത് നമുക്ക് ഏത് തൈകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് കൊടുക്കുക. പിന്നെ ഇടവിടാതെ ഇങ്ങനെ നനച്ചു കൊടുക്കുക. ആദ്യമൊക്കെ നമ്മൾ നനയ്ക്കുമ്പോൾ വളരെ ഫോഴ്സായിട്ടൊന്നും നനയ്ക്കരുത്, ചെറിയ രീതിയിൽ വെള്ളം തൂവി കൊടുക്കുക. പിന്നീട് നമ്മൾ ഫോഴ്സായിട്ട് നനച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മണ്ണുകളൊക്കെ ഉറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ വെള്ളം അമർത്തി പാരാത്ത രീതിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ ചെടികൾ ചാഞ്ഞും ചെറിഞ്ഞും അല്ലാത്ത രീതിയിൽ നന്നായിട്ട് വളരുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നിപ്പോൾ നമ്മൾ ചാക്കുകളിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. ബാക്കി നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ വളർച്ചയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ വീണ്ടും നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.